ചോദ്യം: തസ്ബീഹ് നിസ്കാരം എന്നൊരു നിസ്കാരമുണ്ടോ? അതിൻ്റെ രൂപം എങ്ങനെ? ഉത്തരം: തസ്ബീഹ് നിസ്കാരം സുന്നത്താണ്. അത് 4 റക്അത്താണ്. ഒരു സലാം കൊണ്ടോ 2 സലാം കൊണ്ടോ നിർവഹിക്കാം. പകൽ നിർവഹിക്കുകയാണെങ്കിൽ ഒരു സലാം കൊണ്ടും രാത്രി നിർവഹിക്കുകയാണെങ്കിൽ 2 സലാം കൊണ്ടുമാക്കുന്നതാണ് നല്ലത്. ഒരു സലാം കൊണ്ടാകുമ്പോൾ ഒരു അത്തഹിയ്യാത്ത് കൊണ്ടും 2 അത്തഹിയ്യാത്ത് കൊണ്ടും നിർവഹിക്കാം. തസ്ബീഹ് നിസ്കാരത്തെപ്പറ്റി വിവിധ പരമ്പരകളിലൂടെ ഹദീസ് വന്നിട്ടുണ്ട്. അതിന് അവർണ്ണനീയമായ പ്രതിഫലമുണ്ട്. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് അത് നിർവഹിക്കാത്തവൻ ദീനിനെ അവഗണിക്കുന്നവനാണെന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ റക്അത്തിലും 75 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലണം. ഓത്തിന് ശേഷം നൃത്തത്തിൽ 15ഉം റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലിരുത്തം എന്നിവയിൽ അവയിലെ സാധാരണ ദിക്റുകൾക്ക് ശേഷം 10 വീതം ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ 10ഉമാണ് ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് ഉയരുമ്പോൾ തക്ബീർ വേണ്ട. അത്തഹിയ്യാത്ത് ഓതുന്ന ഇരുത്തത്തിൽ അതിനു മുമ്പായി 10 തസ്ബീഹ് ചൊല്ലണം. ശേഷം വേണ്ട. ഒന്നാം റക്അത്തിൽ അൽഹാകുമുത്തകാസുർ എന്ന സൂറയും രണ്ടാമത്തേതിൽ വൽ അസ്രിയും 3-ൽ കാഫിറൂനയും 4-ൽ ഇഖ്ലാസുമാണ് ഓതേണ്ടത്. ആഴ്ചയിലൊരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കാരം നിർവഹിച്ചിരിക്കണം. ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, അതുമല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ, ഏറ്റവും ചുരുങ്ങിയാൽ ജീവിതത്തിലൊരിക്കലെങ്കിലും നിസ്കരിക്കണം. ചോദ്യം: തസ്ബീഹ് നിസ്കാരത്തിൻ്റെ വിധി എന്ത്? ഉത്തരം: സുന്നത്താണ്. ചോദ്യം: തസ്ബീഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാമോ? ഉത്തരം: ഫത്ഹുൽ മുഈൻ പറയുന്നു, സുന്നത്ത് നിസ്കാരം 2 ഇനമാണ്. ജമാഅത്ത് സുന്നത്തുള്ളതും ഇല്ലാത്തതും. റവാത്തിബ്, വിത്ർ, ളുഹ, തഹിയ്യത്ത്, തസ്ബീഹ് തുടങ്ങിയവ ജമാഅത്ത് സുന്നത്തില്ലാത്തവയിൽപ്പെടും. തസ്ബീഹ് നിസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തില്ലെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുന്നത് കറാഹത്തൊന്നുമില്ല. ഇവിഷയകമായി ഹാഷിയത്തുൻ നിഹായിലെ വിശദീകരണം ഇങ്ങനെയാണ്: ജമാഅത്ത് സുന്നത്തില്ലാത്തവ ജമാഅത്തായി നിസ്കരിക്കുന്നത് ഖിലാഫുൽ ഔലയാണ്. അപ്പോൾ ജമാഅത്തായി നിസ്കരിച്ചാൽ പ്രതിഫലം ലഭിക്കുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. കാരണം ഖിലാഫുൽ ഔല ശറഇൽ വിലക്കപ്പെട്ടതാണ്. പ്രതിഫലം ലഭിക്കില്ലെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ തസ്ബീഹ് നിസ്കാരം ജമാഅത്തായി നടത്തുന്നതിന് വിരോധമില്ലെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായതിനെതിരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇമാം അബ്ദുല്ലാഹി ബാഫഖി റളിയല്ലാഹു അൻഹു പറയുന്നു, എങ്കിലും തസ്ബീഹ് നിസ്കരിക്കുന്നവർക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക, പ്രേരണ നൽകുക തുടങ്ങിയ സതുദ്ദേശ്യ പ്രകാരമാണ് ജമാഅത്ത് നടത്തുന്നതെങ്കിൽ പ്രതിഫലാർഹമാണ്. ചോദ്യം: തസ്ബീഹ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? ഹദീസിൽ അതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഉത്തരം: ഈ നിസ്കാരത്തിന് പ്രത്യേക സമയമോ സന്ദർഭമോ ഇല്ല. നിസ്കാരം വിലക്കപ്പെട്ടതല്ലാത്ത എല്ലാ സമയത്തും നിസ്കരിക്കാവുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പിതാവ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ സമ്മാനം നൽകാം. അത് ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ പാപം പൊറുക്കും. മുന്തിയതും പിന്തിയതുമായ പാപവും രഹസ്യവും പരസ്യവും മനഃപൂർവ്വം ചെയ്തതും അബദ്ധത്തിൽ ചെയ്തതും പൊറുക്കും. നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക. അതിനും സാധ്യമല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കുക. ഈ ഹദീസിൽ നിന്നും തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഗ്രഹിക്കാമല്ലോ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ദീനിനെ നിസ്സാരമാക്കിയവനല്ലാതെ ഇതിൻ്റെ ശ്രേഷ്ഠതയറിഞ്ഞ ശേഷം ഇതൊഴിവാക്കുകയില്ല.